ഉണ്ടായ എനിക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് കൊണ്ടും ഞാനിപ്പോൾ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിൽ, കൊല്ലം പോലീസ് സ്റ്റേഷനിൽ രേണുവിനെതിരെ ഒരു പരാതിയുമായിട്ട് നിൽക്കുവാണ്. പൊള്ളുന്നവർക്ക് പൊള്ളട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ചേട്ടൻ അവർക്ക് കൊച്ചുങ്ങളൊന്നും ഇല്ലല്ലോ, എനിക്കാണ് കൊച്ചുങ്ങളുള്ളത്. അത് കൊച്ചുങ്ങൾ ആർക്ക് വേണേലും ഉണ്ടാവും, അതിന് വലിയ പാടൊന്നുമില്ല. കൊല്ലം സുധിയുടെ രണ്ടാമത്തെ ഭാര്യ വീണ ചേച്ചി ഒരു പരാതിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ട്. രേണുവിനെതിരെയാണ് പരാതി. രേണുവിനെതിരെ പരാതിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, പല ഇന്റർവ്യൂകളിലൂടെയും ഇവരെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ഇന്റർവ്യൂ അല്ലാതെ ഓഫ്ലൈൻ ആയിട്ടും അവരെ എന്തൊക്കെയോ പറഞ്ഞു എന്ന രീതിയിൽ മുന്നേ തന്നെ നമ്മൾ അതിന്റെ വോയിസും കാര്യങ്ങളും കേട്ടിട്ടുണ്ട്. ഇപ്പൊ രണ്ടും കൽപ്പിച്ച് അവരൊരു പരാതി കൊടുത്തു. പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ തന്നെ പറയാം. അതേപോലെ തന്നെ ശാരിക ചാച്ചിയും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനുള്ള മറുപടിയും കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ കൊടുക്കാം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ള ആളുകളെ ലൈഫ് തകർക്കാൻ ശ്രമിക്കുന്നത് നമ്മളാണെന്നാ പറയുന്നത്. നമ്മളാണോ? സത്യത്തിൽ അല്ല. ഇവരെ പോലെയുള്ള ഇന്റർവ്യൂവേഴ്സ് ഓരോന്ന് കുത്തി ചോദിച്ച്